അടുക്കളയിലെ ജോലി ടൈം കുറയ്ക്കാനും പിന്നെ അതേപോലെ നല്ല രുചിയുള്ള ഭക്ഷണം തയ്യാറാക്കാനും കഴിക്കാനും ഒക്കെ ഇഷ്ടമില്ലാത്തവരും ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതേപോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് രുചി രഹസ്യങ്ങളും പിന്നെ അതേപോലെ കുറച്ച് എളുപ്പമുള്ള കുറച്ച് ടിപ്സുകളും ഒക്കെ ആയിട്ടാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ആദ്യത്തെ ടിപ്പ്, ഇപ്പോൾ നല്ല മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ നല്ല പകർച്ചവ്യാധികളും പടരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ചാറ്റിയത് കുടിക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇതേപോലെ മല്ലി കുറച്ച് കുരുമുളകും കൂടി ഇട്ട് വെള്ളം തിളപ്പിച്ചെടുത്ത് കുടിക്കുകയാണെങ്കിൽ ഇളം ചൂടോടുകൂടി തന്നെ കുടിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമ്മളെ കഫക്കെട്ട് ജലദോഷം അങ്ങനത്തെ ഒന്നും വരാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് കുടിച്ചിട്ട് മാറില്ല, അപ്പോൾ വരുന്നതിന് മുമ്പ് കുടിക്കേണ്ടതാണ് കേട്ടോ അത്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കാനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ. ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും ഈ വെള്ളം കുടിച്ചാൽ. ഒരു ദിവസം തിളപ്പിച്ചെടുത്താൽ പിറ്റേന്നും കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ പഴകിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അടുത്തതാ ഒരുപാട് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആകാനുള്ള ടിപ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ചപ്പാത്തി പൊടി എടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറഞ്ഞ പൊടിയാണ് എടുക്കുന്നതെങ്കിൽ കുറഞ്ഞ തൈര്, പുളിയില്ലാത്ത 1 ടീസ്പൂൺ ആട്ടോ ഞാൻ ചേർത്ത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ഇളം ചൂടുള്ള വെള്ളം. ഇളം ചൂട് വെച്ചാൽ വളരെ ഇളം ചൂട് കേട്ടോ. നല്ല ചൂടാണെങ്കിൽ ചപ്പാത്തിൻ്റെ മാവ് ഫസ്റ്റ് തന്നെ ഒരു വെന്ത പോലെ ഉണ്ടാകും, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ കുഴച്ചെടുത്തിട്ട് ചുട്ടെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ പിറ്റേന്നും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തി ചുടുന്ന സമയത്ത് പിറ്റേന്ന് നല്ലൊരു എന്താ പറയുക ഒരു സോഫ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കി, അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണ്ടി. മഴക്കാലത്ത് പൊതുവേ പൊടികൾ, ഇനി ആട്ടപ്പൊടി മൈദപ്പൊടി എന്ത് പൊടിയാണെങ്കിലും നല്ല ഒരു പൂപ്പലിൻ്റെ ഒക്കെ സാധ്യത വരുന്നൊരു ടൈമാണ്. അപ്പോൾ നമ്മൾ ഈ പൊടി ഇട്ട് വെക്കുന്ന പാത്രം ഉണ്ടാവുമല്ലോ, ഇതേപോലെ കുറച്ചധികമൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത്, അതിൽ പല സ്പൂണും കയ്യിലും കോരിയൊക്കെ ഇട്ട് വെക്കുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ ഒരു സ്കൂപ്പർ വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ പൂപ്പലൊക്കെ പെട്ടെന്ന് പിടിക്കുന്നതായതുകൊണ്ട് തന്നെ പല സ്പൂണും കയ്യിലും ഇട്ടാൽ പെട്ടെന്ന് തന്നെ നമ്മളെ പൊടി കേടുവരും. അപ്പോൾ ഇതേപോലെ സ്ഥിരമായിട്ട് ഒരു പൊടിയിൽ ഏതെങ്കിലും ഒന്ന് ഇട്ട് വെക്കുക. ഇത് തന്നെ നമ്മൾ യൂസ് ചെയ്ത് കൊണ്ടിരിക്കുക. പിന്നെ അതേപോലെ നമ്മൾ ഈ പൊടികൾ തീരുമല്ലോ, ഈ പാത്രം അങ്ങനെ തീരുന്ന സമയത്ത് മസ്റ്റായിട്ട് ആ പാത്രം കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ പുതിയ പൊടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒന്നാമത്തെ എന്താ വെച്ചാൽ ഇങ്ങനെ പഴയ പൊടീൻ്റെ അംശങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ആ പുതിയത് ഇട്ടാൽ ആ ഒരു പൂപ്പലിന് സാധ്യത കുറച്ചുകൂടി കൂടും. ടേസ്റ്റ് വ്യത്യാസവും സ്മെല്ല് വ്യത്യാസമൊക്കെ വരും കേട്ടോ. കൂടുതൽ കഴുകാതെ അതിൽ തന്നെ പൊടി ഇടുകയാണെങ്കിൽ. നമ്മൾ മല്ലിയും ഗോതമ്പൊക്കെ നല്ലോണം ഈ കഴുകി ഉണക്കുമല്ലോ. അപ്പോൾ ഉണക്കുന്നതിന് മുമ്പ് ഇതേപോലെ സാധാരണ നമ്മൾ ഇങ്ങനെ ചെയ്യലുണ്ട്, ഈ ചേറി പെറുക്കുക എന്ന് പറയും. അപ്പോൾ അടുത്ത ചെറിയ പൊടികളും അഴുക്കുകളും അങ്ങനെയൊക്കെ പൊടികളൊക്കെ ആവശ്യമില്ലാത്തൊക്കെ അങ്ങനെ പോയി കിട്ടും ഇങ്ങനെ ചേറി പെറുക്കുന്നതിലൂടെ. അപ്പോൾ ഇനി മുതൽ നമ്മൾ കഴുകിയതിന് ശേഷം ഈ ചേറി പെറുക്കുക. അപ്പോൾ അതാണ് നല്ലത്. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ കഴുകി പിന്നെ ഇതേപോലെ കഴുകി ഊറ്റുമല്ലോ, കഴുകി ഇതേപോലെ ഉണക്കി കഴിയുന്നതിന് മുമ്പാണല്ലോ ആദ്യം നമ്മൾ മുമ്പൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ നമ്മൾ പുറത്ത് നമ്മൾ വെയിലത്തിട്ടാൽ കുറേ ഇതുണ്ടാവും, ഇലകളും അതേപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൽ കുടുങ്ങും. അപ്പോൾ കഴുകിയിട്ട് ചേറിയാൽ മതി കേട്ടോ. കഴുകുന്നതിന് മുമ്പേ ചേരണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അടുത്ത ടിപ്പ്, പാൽ ചായ ആയാലും കട്ടൻ ചായ ആയാലും ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഏലക്കായ കുത്തിയിടുക. അപ്പോൾ ഈ മൊത്തത്തിൽ ചായപ്പൊടിയിൽ ഏലക്കായ കുത്തിയിട്ടാൽ നല്ലതാണ്. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടപ്പെട്ടോളന്നില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം ഏലക്കായ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുത്തിയിടാൻ പറയുന്നത്. അല്ലെങ്കിൽ ചായപ്പൊടിയിൽ നമ്മൾ ഏലക്കായ കുത്തിയിട്ട് കൊടുത്താൽ മതി. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി കുടിക്കാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും ചെയ്ത് നോക്കണ്ടി കേട്ടോ. പിന്നെ അതാ നല്ല വേവുള്ളൊരു അരിയാണ് ഈ മട്ട റൈസ്. അപ്പോൾ മട്ട റൈസ് ആകുമ്പോൾ നമ്മൾ സാധാരണത്തെ കുറുവ പിന്നെ പൊന്നി പലതുണ്ടല്ലോ, അതിൻ്റെക്കാളും ഗുണങ്ങളുള്ളത് ഈ മട്ട റൈസിലാണ്. കാരണം തവിടുള്ളത്. അപ്പോൾ ഇത് വെന്ത് വരാൻ വേണ്ടി താമസം പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് തന്നെയാണ്, മുമ്പത്തൊക്കെ വ്ളോഗിലൊക്കെ ഞാനിത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും ടിപ്സൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 മണിക്കൂർ മാറ്റി വെക്കുക. എന്നതിന് ശേഷം നമ്മൾ വെള്ളം വെട്ടി തിളച്ചിട്ട് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വെള്ളം ചെറിയ ചൂടായ മാത്രം പോരാ, നല്ലോണം തിളയ്ക്കണം. പിന്നെ നമ്മൾ അരിൻ്റെ കൂട്ടത്തിൽ തന്നെ, ഈ ചോറ് വെക്കുന്ന അരിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കല്ലുപ്പും കൂടി ചേർത്താൽ നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ആ ചോറിന്. പിന്നെ കറിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഉണ്ടെങ്കിൽ ആ കറിയിൽ കുറച്ച് ഉപ്പ് കുറഞ്ഞാലും ഈ ചോറിൽ ചെറിയൊരു ഉപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റുമാണ്.
അടുത്ത ഇതാ പാവക്ക, അതായത് കയ്പ, പേര് പോലെ തന്നെ നല്ല കയ്പാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഇതാ ഈ പച്ച കളറുള്ള കയ്പാകുമ്പോൾ നല്ല കയ്പ് തന്നെയാണ്. അപ്പോൾ ഈ കയ്പ് കാരണമാണ് അധികം ആളുകൾ ഇത് ബാക്കോട്ട് വെക്കുന്നത്. ഒരുപാട് പോഷകാംശങ്ങൾ അടങ്ങിയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ പാവക്ക ജ്യൂസ്, പാവക്കത്തോരൻ, പാവക്കക്കറി, അങ്ങനെ പല ടൈപ്പും ചെയ്യലുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മൾ കയ്പൊക്കെ കയ്പ് ലേശം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മൊത്തമായിട്ട് കയ്പ് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, കുറച്ച് കയ്പ് ഉണ്ടാവും. അതൊരു ടേസ്റ്റ് തന്നെയല്ലേ കയ്പ്. ഈ കയ്പൊക്കെ കയ്പില്ലെങ്കിൽ അത് ഒരു ഇതാണല്ലോ. അപ്പോൾ അത് അങ്ങനെ കുറച്ച് കയ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് ടിപ്പാണ് കേട്ടോ, 1-2 ടിപ്പാണ്. അപ്പോൾ അതിലിതാ ആദ്യം തന്നെ ചെയ്യേണ്ടത്, സാധാരണ കയ്പൊക്കെ മുറിച്ചിട്ട് അതിലുള്ള കുരു ആണല്ലോ അധികം കളയുക. അപ്പോൾ കുരു കളയുന്നതോടൊപ്പം തന്നെ ആ ഒരു പച്ച കയ്പൻ്റെ ഉള്ളിലുള്ള ഒരു വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ നന്നാക്കിയിട്ട് ചുരണ്ടി ഒഴിവാക്കുക കഴിയുന്നിടത്തോളം. അതാണ് ആ കയ്പക്ക് കയ്പ് കൊടുക്കുന്നത്. നന്നായിട്ട് ചുരണ്ടി മാറ്റിയതിന് ശേഷം നമ്മൾ കയ്പൊക്കെ കറിയാണോ എന്താ ചെയ്യാൻ വേണ്ടി വെച്ചാൽ ചെറുതാക്കി മുറിക്കുമല്ലോ, ചെറുതാക്കി മുറിച്ചിട്ട് നമ്മൾ പാത്രത്തിലിട്ട് വെച്ചതിന് ശേഷം കുറച്ച് സുർക്കയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 1/4 മണിക്കൂർ നേരം വെക്കുക. അങ്ങനെ വെച്ചാൽ കയ്പക്കൻ്റെ ഈ ഒരു കയ്പ് കുറയും കേട്ടോ. ഞാനിപ്പോൾ അത് തോരനാണ് കേട്ടോ വെക്കുന്നത്. തോരൻ വെച്ചാൽ തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള, അങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ഞാനിതിലേക്ക് പുളിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ പുളി കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, പുളി ഒഴിച്ചതിന് ശേഷം. എന്നിട്ട് ഇതായി പുളിൻ്റെ ആ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കണം കേട്ടോ. നമ്മൾ തോരൻ വെക്കുന്ന സമയത്ത് പിന്നെ ഒന്നുകൂടി ഒന്ന് കഴുകിയെടുത്താൽ മതി. പിന്നെ ചെറുതാക്കി മുറിച്ചിട്ട് വീണ്ടും കഴുകാന്ന് പറയുമ്പോൾ അതിൻ്റെ പോഷകങ്ങളൊക്കെ കൂടുതൽ നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ആ പുളിൻ്റെ സാധനങ്ങൾ, ആ ഇതുണ്ടല്ലോ പുളിൻ്റെ കഷ്ണങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കിയാൽ മതി. അടുത്ത ഇതാ നല്ല മഴക്കാലമാണ്, കർക്കിടകമാണ്, പിന്നെ അതേപോലെ ഞാറ്റുവേലൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് കുറച്ച് രക്ഷ കൊടുക്കൽ അത്യാവശ്യമാണല്ലോ. ഒന്നും ചെയ്യാത്തവരുണ്ടാവും എന്നെ പോലെ, ഒന്നും ചെയ്യാത്തവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു കാര്യമാണ് കേട്ടോ ഈ ഉലുവച്ചോറ്, ഉലുവക്കഞ്ഞി എന്നൊക്കെ പറയുന്നത്. അത് റെഡിയാക്കി എടുക്കാൻ ഞാൻ നേരത്തെ തന്നെ രാവിലെ തന്നെ എണീറ്റ പാട് എന്ന് പറഞ്ഞ മാതിരി കുതിർത്ത് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട്. പിന്നെ അതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5-8 ചുവന്നുള്ളി തൊലി കളഞ്ഞിട്ട് ഈ ഉലുവൻ്റെ കൂടെ ഇട്ട് വേവിച്ചെടുക്കുക. ഇത് ഈ ചുവന്നുള്ളി ഇട്ടാൽ നമ്മളെ രക്തക്കുറവുണ്ടെങ്കിലൊക്കെ അതിന് നല്ലതാണ് കേട്ടോ, രക്തക്കുറവൊക്കെ പരിഹരിക്കും. പിന്നെ അതാ ഈ ഉലുവ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർക്കണം. അപ്പോൾ ശർക്കര കൂടുതൽ ചേർക്കാൻ എനിക്ക് പറ്റാത്തതിനെ കൊണ്ട് ചെറിയൊരു പീസാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിലേക്ക് ശരിക്ക് ഒരാണി ശർക്കര ചേർക്കണം. അപ്പോൾ ഞാനിതാ അത് പൊട്ടിച്ചിട്ട് ചെറിയൊരു പീസാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ പിന്നെ ശർക്കര ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കല്ല് ഉപ്പ്, ഒരു നുള്ളുപ്പ് എന്നൊക്കെ പറയും, അങ്ങനെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാനും ടേസ്റ്റ് ഉണ്ടാവാനുമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ആണി ശർക്കരയാണ് കേട്ടോ അതിലേക്ക് വേണ്ടത്. അപ്പോൾ ഞാനൊരു 100 ഗ്രാമൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ തേങ്ങയും ഉള്ളിയും എല്ലാം കൂടി വരുമ്പോൾ കുറച്ചും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയ പീസ് ഇട്ടിട്ട് തന്നെ അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മധുരമായാലും ശരിയാവില്ലല്ലോ. ശർക്കര ഇട്ട് വേവിച്ചതിന് ശേഷം പെട്ടെന്ന് തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഒരു കുക്കർ. അങ്ങനെ ഇപ്പോൾ രാവിലെ നമുക്ക് നല്ല തിരക്കുള്ള സമയമൊക്കെ ആകുമ്പോൾ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലും ഓഫീസിൽ ജോലിക്ക് നമുക്ക് പോകാനൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ സിങ്കിൽ വെച്ചിട്ട് പൈപ്പ് തുറന്ന് കൊടുത്താലും മതി. പിന്നെ അത് മൂടി തുറന്നതിന് ശേഷം ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഈ ഉലുവ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉലുവ കഞ്ഞിയായിട്ട് വേണമെങ്കിൽ തേങ്ങ ഇട്ടാൽ മതി. ഉലുവ ചോറ് ആക്കി കഴിക്കണമെങ്കിൽ തീരെ വെള്ളമില്ലാതെ വറ്റിച്ചിട്ട് മധുരം ഇടാതെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കഞ്ഞിയല്ല ചോറുമല്ല എന്ന് പറഞ്ഞ പോലെ ആ രൂപത്തിലാണ്, എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ 3 ദിവസം 7 ദിവസം അങ്ങനെയൊക്കെയാണ് കേട്ടോ കഴിക്കുക. ഞാൻ സാധാരണ 3 ദിവസമാണ് കഴിക്കൽ. അപ്പോൾ നമുക്കുണ്ടാകുന്ന നടുവേദന, ശരീരവേദന, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഈ ഉലുവ കഴിക്കുന്നതിൽ കൂടി മാറിക്കിട്ടും. അടുത്തത് കോഴിമുട്ടയും പഴവും ഒക്കെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ വെച്ചാൽ മതി കേട്ടോ. ഒരൊറ്റ വിസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ കോഴിമുട്ട നല്ല വൃത്തിയാക്കി കഴുകണം. പഴത്തിൻ്റെ കൂടെ ഇടുമ്പോൾ പഴം നമ്മൾ ഇതേപോലെ മുറിച്ചിട്ടിടുകയാണല്ലോ. അപ്പോൾ ഇനി മൊത്തത്തിൽ മുറിക്കാതെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരൊറ്റ വിസിലുകൊണ്ട് തന്നെ നല്ല പാകത്തിന് വെന്ത് കിട്ടും. അടുത്തത് നമ്മൾ അടുപ്പിൽ ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ദോശക്കല്ലോ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ കഴുകിയിട്ടാണല്ലോ നമ്മൾ അടുപ്പത്ത് വെക്കുക. ആ കഴുകിയ ഉടനെ തന്നെ നമ്മൾ ഇതേപോലെ ഒരു തുണി വെച്ചിട്ടോ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിലൂടെ നമുക്ക് ഗ്യാസ് ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ വെള്ളത്തോടു കൂടി വെച്ചാൽ ആ വെള്ളം വറ്റുന്നത് വരെ നമ്മളെ ഗ്യാസ് പോകുമല്ലോ. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ആകെ 50 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറേ നാളത്തേക്ക് നമുക്ക് കാസറോൾ നനഞ്ഞത് തുടയ്ക്കുക. പിന്നെ ഇതേപോലെ നമ്മൾ അടുപ്പത്ത് എന്ത് ചട്ടിയോ അങ്ങനത്തെ എന്തേ വെക്കുമ്പോൾ തുടയ്ക്കുക, അതിനൊക്കെ നല്ല ഉപകാരമാണ്.
പിന്നെ ഇതാ അടുത്തത് നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. ചെമ്മീൻ പൊടിൻ്റെ ചമ്മന്തിയാണ്, ഉണക്ക ചെമ്മീൻ പൊടി. അത് നന്നായിട്ട് കഴുകി ഈ അതിലത്തെ കല്ലൊക്കെ മാറ്റിയതിന് ശേഷം അതൊന്ന് കഴുകി ഊറ്റിയിട്ട് വറുത്തെടുക്കണം. അത് വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ഞെട്ടിയോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ചൂടാക്കി വെച്ചാൽ അതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ കുത്തുന്ന ഒരു ഒരു ഉരലുണ്ട് ചെറുത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഉണക്കിയ മുളകും പിന്നെ അതേപോലെ നമ്മൾ ചെമ്മീൻ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് കുത്തി കൊടുക്കല്ല, നന്നായിട്ട് ചതച്ചെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയതിനെ കൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് പൊടിഞ്ഞു വരും കേട്ടോ. അപ്പം പിന്നെ ഇടാനുള്ളതൊക്കെ നനവുള്ളതിനെ കൊണ്ടാണ് ആദ്യം ഇത് മാത്രം ഇട്ടിട്ട് ചതച്ചെടുക്കുന്നത്. പിന്നെ ആ ചതച്ചയിലേക്ക് നമ്മളത് ഒരു 5-8 ചുവന്നുള്ളി തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങേൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഇടണം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് വെച്ചാൽ ഒരുപാടായി പോകണ്ട. നമ്മൾ കഴുകിയതിനെ കൊണ്ട് തന്നെ ചെമ്മീൻ പൊടിയിലെ ഉപ്പൊക്കെ പോയിട്ടുണ്ട്, എന്നാലും കുറച്ച് ഉപ്പ് വേണം. പിന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് പുളീൻ്റെ വെള്ളമാണ് കേട്ടോ, അത് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് കുറച്ച് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ പിയ്യാത്ത പുളിയാണെങ്കിൽ അതൊരു ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി. ഇവിടെ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇത്. മറ്റുള്ളവർക്ക് ആർക്കും അത്ര വലിയൊരു താല്പര്യം ഇല്ലാത്തതിനെ കൊണ്ട് ഇതിപ്പോൾ വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. ഉണ്ടാക്കിയാൽ തന്നെ ഞാൻ തന്നെയാണ് കേട്ടോ അധികവും ഇത് കഴിക്കുക. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നല്ലൊരു ടേസ്റ്റാണെന്ന്. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഇക്കാക്കി നല്ലോണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ ടൈം ഒരുപാട് സേവ് ചെയ്യും കേട്ടോ. ഇതേപോലെ മസാല ബോക്സുകളിൽ സംഭവങ്ങളൊക്കെ ആക്കി വെച്ചാൽ. പിന്നെ അതിൽ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസാണ് ഈ 2 എണ്ണത്തിലും ആക്കിയത്. മറ്റേതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഒക്കെ വെക്കുന്ന ഒരു മസാല ബോക്സാണ് കേട്ടോ അത്. നമുക്ക് പെട്ടെന്നൊരാവശ്യം വരികയാണെങ്കിൽ ഒരു ബോക്സ് എടുത്താൽ തന്നെ മതി. എല്ലാ കുപ്പികളും ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലിട്ടാൽ ഒരു പാത്രം എടുത്താൽ തന്നെ അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ടൈം ഒരുപാട് ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഇങ്ങനെ ക്രോക്കറിയൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ ഇതേപോലെ പല ടൈപ്പിലുള്ള മസാല ബോക്സുകളും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് വാങ്ങിയാൽ മതി. സ്റ്റീലിൻ്റെതും ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. സ്റ്റീലിന് കുറച്ച് വില കൂടുതലാണെന്ന് മാത്രം. നമ്മുടെ കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതേപോലെ ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങാതെ നമ്മളെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് തന്നെ അത് ഉപയോഗിച്ച് അത് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കുകയാണ്. നല്ല നീറ്റും ക്ലീനും ആയി കിട്ടും കേട്ടോ നമ്മളെ കൗണ്ടർ ടോപ്പ്. പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം കഴുകിയെടുക്കാനും കൂടി ശ്രമിക്കുക. അപ്പോൾ എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളെ ടൈമും ഒരുപാട് ലാഭിക്കാൻ പറ്റും. നമ്മളെ കിച്ചൺ നല്ല ക്ലീൻ ആയിട്ടും ഇരിക്കും. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.